നന്മ വേണോ, അവൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വിഷയം, അവൻ്റെ ആത്മീയമായ മേഖലകളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, അസ്ഹാബുൽ കഹ്ഫ് ശ്രദ്ധിച്ചൊരു വിഷയമുണ്ട്. അവർ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഭക്ഷണത്തിന് ആവശ്യം വന്നപ്പോ കൂട്ടത്തിൽ ഒരാളെ കയ്യിലുള്ള ചെറിയ നാണയങ്ങളും കൊടുത്ത് പറഞ്ഞേക്കുമ്പോ കൊടുത്തൊരു ഉപദേശമുണ്ട്. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. കഴിക്കാൻ പറ്റിയ ഹലാലായ ഭക്ഷണം നോക്കിക്കൊണ്ടുവരണം. തീർത്തും ഹലാലായത് മാത്രം ഭുജിക്കണം. കുട്ടിക്കാലം മുതൽക്ക് അങ്ങനെ ഭക്ഷിപ്പിക്കണം. എങ്കിലേ നല്ല യുവാക്കളും നല്ല യുവതികളും നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും സംജാതമാകൂ. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. ഏറ്റവും വലിയ അധ്വാനമാണത്, ചെറിയ അധ്വാനമൊന്നുമല്ല. കാശ് കൊടുത്ത് പറഞ്ഞേക്കുമ്പോൾ അവരുടെ ഉപദേശം, നമ്മൾ ഇത്രയും കാലം ചൊല്ലിയ തസ്ബീഹ്, അതിൻ്റെ ആ ഒരു ആത്മീയത, അതിൻ്റെ ആ ഒരു മധുരാനുഭവം നഷ്ടപ്പെടരുത്. അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന് കുറവ് വരരുത്. അതിനൊക്കെ കുറവ് വരും കഴിക്കുന്നതും കുടിക്കുന്നതും നന്നാവാതിരുന്നാൽ. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. ബാപ്പയും ഉമ്മയും യഥേഷ്ടം സമ്പത്ത് മക്കളിലേക്ക് ഒഴുകി. അവർ ഓരോ സമയത്തും റോട്ടിലേക്ക് ഇറങ്ങി അറുത്തതാണോ ചത്തതാണോ നോക്കാതെ എല്ലാ ടൈമിലും ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ മട്ടൻ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ അടിച്ചു മാറി തിന്നുകയാണ്. ഇത് തിന്നാൻ പറ്റിയതാണോ അല്ലേ എന്നുള്ള, കയ്യിൽ കാശുണ്ടോ ഇല്ലയെന്ന് ഒറ്റ നോട്ടേ ഉള്ളൂ. ഏതാ വകുപ്പ് എന്നുള്ളൊരു നോട്ടം കൂടിയില്ല. അതുകൊണ്ട് മക്കൾ കേടുവരും, ആണും പെണ്ണും കേടുവരും. ഇഷ്ടം പോലെ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കൊരു 11 മണിക്ക് പൊരിച്ച വാസന വരുന്ന എല്ലാ കടയുടെയും മുന്നിലൊന്ന് പോയി നിന്ന് നോക്കൂ, കണക്കെടുക്കാൻ കഴിയും. രാത്രി 2 മണി വരെ 3 മണി വരെ ഏറ്റവും അധികം അവിടെ സമീപിക്കുന്നത് ആരാ? 15 മുതൽ 40 ഇടയിൽ പ്രായമുള്ള നല്ല കരുത്തുറ്റ യുവസമൂഹം. ആണുണ്ട് പെണ്ണുണ്ട്. അവർ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയല്ല. പിന്നെ ഇവിടുന്ന് ഇബാദത്തിന് രൂപപ്പെട്ടു വരും. ആത്മീയമായ പരിവേഷം എങ്ങനെ മനസ്സിൽ വരും? നന്മയോടുള്ളൊരു പ്രതിബദ്ധത അവരെ മനസ്സിൽ എങ്ങനെ ഉണ്ടായിത്തീരും? എങ്ങനെ അതിൽ സഹകരിക്കാനും സംബന്ധിക്കാനും കഴിയും? ആദ്യമായിട്ട് ഉണ്ണുന്നത് നന്നാകണം. ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. വെറുതെ പറഞ്ഞതല്ല ഉപദേശം. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ. ഭക്ഷണത്തിന് ഒരാളെ പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു, ഭക്ഷിക്കാൻ നമുക്ക് പറ്റിയത്, ഹലാലായത്. ഹലാൽ എന്ന അക്ഷരങ്ങൾ എഴുതി കുറിച്ചതല്ല, നിയമപരമായിട്ട് വിശുദ്ധ ദീനിന്റെ നിയമപരമായിട്ടുള്ള ഹലാല് എഴുതിയതൊരുപാട് അങ്ങനെ കാണും. എഴുതിയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിയമപരമായിട്ട് വസ്തുതാപരമായിട്ട് ദീൻ പഠിപ്പിക്കുന്ന ഒരു ഹലാലില്ലേ, ആ ഹലാൽ അത് അന്വേഷിക്കണം. അല്ലെങ്കിൽ പറ്റിയത് മാത്രം ഭക്ഷിക്കണം. അങ്ങനെയാണോ സഹോദരങ്ങളെ? നിങ്ങൾ നോക്ക്. അതുകൊണ്ടാ മക്കൾ അനുസരിക്കാത്തത്. നമ്മൾ ആ വിഷയത്തിൽ നല്ല ശ്രദ്ധാലുക്കളാകണം. പഴയ കാലത്തൊക്കെ നാട്ടിലെ ഉപ്പമാര് ഉമ്മമാര് അവർക്ക് ഈ ഇറച്ചി വാങ്ങലല്ല ലക്ഷ്യം, ഉണ്ണാൻ പറ്റുന്ന ഇറച്ചി വാങ്ങലാണ് ലക്ഷ്യം. ഇന്ന് കിലോ തൂക്കിയിട്ട് ഇറച്ചി ഇങ്ങോട്ട് കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി അറുത്തിട്ടില്ല, അറുക്കേണ്ടി വന്നിട്ടില്ല, അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട്, അതൊന്നും നോക്കേണ്ടയില്ല. ഇങ്ങനെ കാണുമ്പോൾ ഇറച്ചിയാണോ വാങ്ങിയാൽ മതി. അത് പറ്റൂല. അവിടെയാണ് മുഴുവൻ വിഷയങ്ങളും കേടുവരുന്നത്. മുഴുവൻ പ്രശ്നങ്ങൾക്കും വിഷയം വരുന്നത് അവിടെയാണ്. യുവത്വ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും വളരെയധികം ശ്രദ്ധിച്ചൊരു ശ്രദ്ധ അതല്ലേ. മഹാന്മാരുടെ തിളക്കമാർന്ന യുവത്വം മുഴുവനും ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. ഏറ്റവും അധികം ശ്രദ്ധിച്ചത്, ഏറ്റവും അധികം സൂക്ഷിച്ചത് ആ ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ നല്ല പ്രസരിപ്പുള്ള കാലത്ത് അവരൊരു വിഷയം ഒന്ന് ആജ്ഞാപിച്ചാൽ മതി, ഇഷ്ടമുള്ളത് കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷേ മുന്നിലെത്തുമ്പോൾ ആദ്യം അന്വേഷിച്ചിട്ടേ, ശരിയായ നിലക്ക് ഉറപ്പ് കിട്ടിയിട്ടേ അത് ഭക്ഷിക്കുകയുള്ളൂ, കുടിക്കുകയുള്ളൂ. ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, 100% ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം.
നന്നായി ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ നാട്ടിൽ ആരെങ്കിലും ഒരറവ് നടത്തിയാൽ വാങ്ങാൻ പോകുന്നവർ മുഴുവനും ചോദിക്കും, ആരാ അർത്ഥത് കേൾക്കൂലേ? അങ്ങനത്തെ ചോദ്യം കേൾക്കാണ്ടെങ്കിൽ കേട്ടെങ്കിലും ഒന്ന് മൊബൈലിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വിടുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ചോദിക്കൂ, ആരാ അർത്ഥ് ചോദിക്കും. പോത്തിങ്ങനെ റെഡിയായി കിടക്കും, ആരാ അർത്ഥ്? അത് ഇവിടെ നമ്മളെ മറ്റേ ഉസ്താദാണ്. ഉസ്താദ് അർത്ഥ്. എന്നാ ഒരു ഗ്രന്ഥം ആരാ അർത്ഥം അറിയില്ലേ? എന്നാ തൽക്കാലം ഒന്ന് പച്ചക്കറി ആക്കാം, തിരിച്ചു പോകും. അവരെ ഈമാൻ നമ്മളത്ര ABCDയും വിദ്യാഭ്യാസവും ഭാഷാ വൈപുല്യം അവർക്കില്ല. പക്ഷെ അവർക്ക് കറകളഞ്ഞ ഈമാനും ഇഖ്ലാസും ഉണ്ട്. അതിൻ്റെ മേൽവിലാസത്തിലാണ് ആ ചോദ്യം. തീർത്തും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്, എൻ്റെ മക്കൾ ഭക്ഷിക്കുന്നത്, എൻ്റെ കുടുംബം ഭക്ഷിക്കുന്നത് ആ രീതിയിൽ തീർത്തും ശരിയാകണം. അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടതാണ്. മക്കളെ മാത്രം കുറ്റം പറയുന്നിടത്ത് ഞാനൊരു നിലക്കും സപ്പോർട്ട് നിൽക്കാൻ ആളല്ല. അങ്ങനെ പറയും പലരും, ഉസ്താദേ നമ്മൾ എത്ര അധ്വാനിച്ചു കൊടുത്താലും നമ്മൾ എത്ര ഉണ്ടായി കൊടുത്താലും കുട്ടികളങ്ങനെ നന്നാകുന്നില്ല. ആദ്യമായിട്ട് ഈ പടി ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നിലക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണാൻ കൊടുക്കുന്നത്, ഭക്ഷിക്കാൻ കൊടുക്കുന്നത് ലെവലാകണം. എങ്കിലേ നല്ല രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നായി കിട്ടുകയുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധരായ മഹാന്മാർ ആരാണ്? അംബിയ മുർസലുകളല്ലേ ഏറ്റവും മഹത്വമുള്ളവർ. മുർസലുകൾക്കല്ലേ അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുള്ളത്. അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉപദേശം കണ്ടില്ലേ? യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. മുർസലീങ്ങളെ, നമ്മൾ തന്നത് മുഴുവനും നിങ്ങൾ ഭക്ഷിക്കരുത്. ഹലാലിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ ഭക്ഷിക്കണം. വഅമലൂ സ്വാലിഹാ, സുകൃതങ്ങൾ പ്രവർത്തിക്കണം. നല്ല പ്രവർത്തനങ്ങൾ വരണോ? നല്ലത് ഭക്ഷിച്ചെങ്കിലേ വരൂ, അല്ലെങ്കിൽ നല്ല പ്രവർത്തനം വരൂല. നല്ല അനുസരണവും നല്ല ബുദ്ധിയും നല്ല ശുദ്ധിയും നല്ല മികവും കിട്ടുകയില്ല. ഇതേ അഭ്യർത്ഥന വിശ്വാസികളായ നമ്മോടും അല്ലാഹു നടത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. മുഅ്മിനീങ്ങളെ, നാം നൽകിയതിൽ നിന്ന് ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക. എന്നിട്ട് അള്ളാഹുവിന് നിങ്ങൾ ശുക്ർ ചെയ്യുക. അള്ളാഹുവിന് യഥാർത്ഥ ശുക്ർ ചെയ്യുന്ന ആളായി കിട്ടണമോ? ഭക്ഷിക്കുന്നത് തീർത്തും അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാകണം. അല്ലാത്തതൊന്നും ഭക്ഷിക്കരുത്. ഉദാഹരണമായി പറയട്ടെ, വിശുദ്ധ ദീൻ ഏറ്റവും കൂടുതൽ വിലക്കിയതല്ലേ പന്നിമാംസം. വെച്ച് വിളമ്പുന്ന ഹോട്ടലാണെങ്കിൽ അവിടുന്ന് സഹോദരങ്ങളെ ഒരു വെള്ളം കുടിക്കാനോ ഒരു ചായ കുടിക്കാനോ വേറെ ഏതെങ്കിലും ഒരു ചോറ് കഴിക്കാനോ നമുക്കൊരു നിലക്കും കഴിയില്ല. കാരണം നജസ് അപ്പുറത്തും ഇപ്പുറത്തും ആകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. നമ്മൾ ഹോട്ടലുകാരെ പഠിക്കുകയല്ല, വിശുദ്ധ ദീന് നമ്മെ പഠിപ്പിക്കുന്ന ദർശനം അങ്ങനെയാണ്. ഒരു നിലക്കും നമുക്ക് അനുവദനീയമല്ലാത്തൊരു സംഗതിയല്ലേ അത്. അതാണോ വെച്ച് വിളമ്പുന്നത്, ഫ്രീ ആക്കി കൊടുക്കുന്നത്? എങ്ങനെയാണ് അവിടുന്ന് വെള്ളം കുടിക്കുന്നത്? എങ്ങനെയാണ് അവിടുന്ന് ചായ കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്? അവരെ ഒന്ന് തൊട്ട് മറ്റൊന്നിലേക്കാകുമ്പോഴേക്ക് അത് നജസായില്ലേ? നജസ് നീങ്ങണമെങ്കിൽ അതിൻ്റെ ഷർത്ത് പ്രകാരമുള്ള ശുദ്ധീകരണം നടത്തേണ്ടതില്ലേ? അത് നടത്താത്ത കാലത്തോളം നജസ് നീങ്ങുമോ? ഇല്ലല്ലോ, ഒരു കാലത്തും നീങ്ങില്ലല്ലോ. അപ്പൊ അത് ഓരോ പാത്രത്തിലേക്കും ഓരോന്നിലേക്കും അങ്ങനെ പകർന്നു പോകില്ലേ? ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്തെല്ലാം വിഷയങ്ങൾ ആലോചിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നജസ് വൃത്തിയാക്കേണ്ടത് എങ്ങനെയെന്നറിയാത്തവൻ അവനൊരു ഭക്ഷണവും ഒരു വിഷയവും വെച്ചുണ്ടാക്കുന്നതിലും അതേ രൂപഭാവം വരും. അവിടെയും ശ്രദ്ധിക്കണം, അവിടെയും സൂക്ഷിക്കണം. നജസ് വൃത്തിയാക്കാൻ അവന് അറിയില്ല. സ്വന്തം നജസും വൃത്തിയാക്കി ശീലമില്ല, മറ്റുള്ള നജസും വൃത്തിയാക്കാൻ കഴിയില്ല. അവനാണ് ഈ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കത് പോയി ഭക്ഷിക്കാനും ഉണ്ണാനും പറ്റുമോ? ഇല്ലല്ലോ. അവിടെയാണ് അസ്ഹാബുൽ കഹ്ഫ് നേരത്തെ നിർദ്ദേശം നൽകിയത്.
കിട്ടുന്ന മാംസം വാങ്ങാനല്ല പറഞ്ഞത്, കിട്ടുന്ന ഭക്ഷണം വാങ്ങാനുമല്ല ഉപദേശിച്ചത്. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ യുവസമൂഹം നന്നാകുന്നതിൻ്റെ പിന്നിൽ കുടുംബത്തിലെ തലവന്മാരായ ബാപ്പയും ഉമ്മയും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്.